മൈക്രോളജിക്ക് അമീനാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മളെ എറാടെക് നാച്ചുറൽസ് ഒരുപാട് ഓയിൽസുകൾ അതുപോലെ ഒരുപാട് വെറൈറ്റി പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും മൈക്രോളജിക്കിന്റെ മെഷീൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചറിയാം സാറോട്. സാർ പേരെന്തായിരുന്നു? പേര് സുജിത്ത്. സുജിത്ത്. വീട് ഇവിടെ തന്നെ? വീട് ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ആണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി. ഓക്കെ ഓക്കെ. നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ. എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത്? ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ മരച്ചക്ക് ഉണ്ട്. മരച്ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ, നല്ലെണ്ണ, കടലെണ്ണ അതുണ്ട്. പിന്നെ ഇരുമ്പ് ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ, നല്ലെണ്ണ ഉണ്ട്. പിന്നെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ദീപമെണ്ണ ഉണ്ട്. വേറെ മിക്സിംഗ് ഒന്നും ഇല്ലാത്തതാണ്, നാച്ചുറലായിട്ട്. നമ്മൾ കൊപ്രയടക്കം നമ്മൾ മറ്റേ സൾഫർ ഒന്നും ഇടാത്ത ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നാച്ചുറലായിട്ട് കുറെ പ്രോഡക്റ്റുകൾ, കരിമ്പ് ചക്കര, തെങ്ങിന്റെ ചക്കര, ഒരുപാട് ശർക്കരകളൊക്കെ ഉണ്ടല്ലേ, പനം ചക്കരയുണ്ട്. പിന്നെ മില്ലറ്റിന്റെ കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട്. എല്ലാം മില്ലറ്റും ഉണ്ട്. മില്ലറ്റിന്റെ റസ്ക്, ബിസ്ക്കറ്റ്, ഐറ്റംസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ കെമിക്കൽ ഇല്ലാണ്ട് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അപ്പൊ മെഷീൻസുകൾ ഇതൊക്കെയാണ് വരുന്നത് അല്ലേ? അതെ. അപ്പോ ഇതെന്താണ് ചെയ്യുന്നത്? ഇതിപ്പോ ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ്. നീലാംബരി, കഞ്ഞുണ്ണി, ചെമ്പരത്തി ഇല, അങ്ങനത്തെ കുറെ നമ്മൾ പരിസരത്ത് കിട്ടുന്ന ഐറ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. വൈഫാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോ ഡ്രയർ ഇതൊക്കെ ഉണക്കാനുള്ള അത്യാവശ്യത്തിനാണ് എന്തെങ്കിലും സാധനം ലോഡ് ചെയ്തിട്ടുണ്ടോ? ഇതിലിപ്പോ മുളക് വെച്ചിട്ടുണ്ട്. മുളക് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. മുളക് നാച്ചുറൽ ആയിട്ട് കൈകി. അതെ, നാച്ചുറൽ ആയിട്ട് മുളകുണ്ട്, മല്ലിയുണ്ട്, മഞ്ഞൾ ഉണ്ട്. ഇതെല്ലാം പൊടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇതിലിട്ട് തന്നെ ഉണക്കുന്നത് മരുന്ന്? അതെ അതെ, ഇലകളാണ്. അതെ അതെ. കൊപ്രയും ഉണക്കുന്നുണ്ട് ഇതില്. കൊപ്ര ഉണക്കുന്നുണ്ട്. കൊപ്ര നമ്മൾ ഇതിൽ ഉണക്കുമ്പോൾ കുറച്ച് സൾഫർ ഒന്നും ഇടാത്ത നല്ല കൊപ്രയായിട്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. പച്ചത്തേങ്ങ എടുത്ത് കട്ട് ചെയ്ത് ഉണക്കാം. ഇതാണ് മരച്ചക്ക് വരുന്നത് അല്ലേ? മരച്ചക്കിലാട്ടുമ്പോൾ എന്താ വെച്ചാൽ എണ്ണ ചൂടാവാണ്ട് കിട്ടും. പ്രോസസ്സിംഗ് ടൈം കൂടുതലാണ്. എണ്ണ ചൂടാവാണ്ട് കിട്ടുന്ന കാരണം തേങ്ങയിൽ എന്തൊക്കെ പോഷകങ്ങളുണ്ടോ അതെല്ലാം എണ്ണയിൽ കിട്ടും. ടേസ്റ്റ്, മണം, ഗുണം എല്ലാം നല്ല വ്യത്യാസം ഉണ്ടാവും സാധാരണ എണ്ണ. ഇത് ഇരുമ്പിന്റെ ചക്കാണ്. അതുപോലെ തന്നെ ഇത് കാസ്റ്റിംഗ്. ഇതിലാട്ടുന്നതും വെളിച്ചെണ്ണ കൊടുക്കുന്നു. കുറച്ച് കോസ്റ്റ് കുറയും ഇതിലാകുമ്പോൾ. മരച്ചക്കിലാകുമ്പോൾ ആ ലേബർ കോസ്റ്റും കറണ്ട് ബില്ലും എല്ലാം കൂടെ ആകുമ്പോൾ കൂടുതലാവുക. പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? നമ്മളിവിടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് നാച്ചുറൽ ഐറ്റംസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പരിസരത്തുള്ള ഇലകള്, കരിവേപ്പില, കഞ്ഞുണ്ണി, നീലാംബരി, പിന്നെ നെല്ലിക്ക, അങ്ങനെ കുറെ ഇലകള് വലിച്ച് ഉണക്കി ഇതിലിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ കുളിക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ മണ്ടയോട്ടിയിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇത് തേക്കുന്ന സമയത്ത് ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോകും. വിത്തിൻ 3 ഡേയ്സിൽ നമുക്ക് ഡാൻഡ്രഫ് റിലീഫ് റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് കുട്ടികൾക്ക് അകാല നര, പിന്നെ തലവേന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഉറക്കം കിട്ടും. വയസ്സായവർക്ക് നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. 2 ദിവസം നമ്മളിത് പ്രോസസ്സാണ്. ഒരു ദിവസം ഫുള്ളും ഒരു 2 ലിറ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് 1.5 ലിറ്റർ 1.25 ലിറ്ററേ നമുക്ക് കിട്ടുള്ളൂ. ഡെലിവറി കാര്യങ്ങളൊക്കെ ഓൺലൈൻ സൈറ്റുകൾ നമ്മൾ കൊറിയർ ചെയ്യാറുണ്ട്. പിന്നെ പാലക്കാട് ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാറുണ്ട്. വെളിച്ചെണ്ണ അല്ലേ? അതെ, ഇത് മരച്ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയാണ്. മരച്ചക്കിലാട്ടുമ്പോൾ എണ്ണ ചൂടാവാത്ത കാരണം നമുക്ക് നല്ല പ്രോഡക്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. അതെ. പിന്നെ ഇതെന്താ? ഇത് ഇരുമ്പ് ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ. കൊപ്രയൊക്കെ സെയിം തന്നെ, മെഷീൻ മാത്രം വ്യത്യാസം. ഇത് മരച്ചക്കിലാട്ടുന്ന നല്ലെണ്ണയാണ്. ഇത് പനം കരിപ്പട്ടി ചേർത്തിട്ടാണ് നമ്മൾ ആട്ടുന്നത്. അപ്പോൾ നല്ലെണ്ണയ്ക്ക് അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ പനം കരിപ്പട്ടി ചേർത്തിയാൽ നല്ലെണ്ണ നല്ല ടേസ്റ്റ്, മണവും ഗുണവും എല്ലാം ഉണ്ടാവും. അതുപോലെ ഇതെന്തായിരുന്നു? കടലെണ്ണയാണ്. കടലെണ്ണ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ? എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മരച്ചക്കിലാട്ടുന്നതാണ്. പിന്നെ ഇരുമ്പ് ചക്കിലാട്ടുന്ന നല്ലെണ്ണയുണ്ട്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ പനം കരിപ്പട്ടിക്ക് പകരം തെങ്ങും കരിപ്പട്ടി. മരച്ചക്കും ഇരുമ്പ് ചക്കും തമ്മിൽ ഒരു 50 രൂപന്റെ വ്യത്യാസമുണ്ട് വിലയിൽ. പിന്നെ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ദീപമെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ പിണ്ണാക്കും എള്ളു പിണ്ണാക്കും രണ്ടും കൂടെ കൊണ്ടാട്ടിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഒന്നും ഉണ്ടാവില്ല. ഹണി ഉണ്ട്. ഇത് മലമ്പുഴ ഫോറസ്റ്റ് നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ നെയ്യുണ്ട്. നെയ്യ് നമ്മളൊരു ഫ്രണ്ട് ചെയ്യുന്നതാണ്. കാലിത്തീറ്റ ഒന്നും കൊടുക്കാത്ത പശുവിന്റെ നല്ല മണം ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ മില്ലറ്റുകളുടെ പ്രോഡക്റ്റുകളാണ് കൂടുതലുള്ളത്. ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട് അല്ലേ? നൂഡിൽസ്, സേവ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ സാർ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ള ഇവിടെ? വേറെ അരിപ്പൊടി ഉണ്ട്. അരിപ്പൊടിയിൽ പുട്ടുപൊടി ഉണ്ട്, അതിൽ തന്നെ ഇടിയാപ്പം പൊടി ഉണ്ട്, പിന്നെ ചോളം പുട്ടുപൊടി ഉണ്ട്, റവ ഉണ്ട്, വറുത്ത റവ, പിന്നെ റാഗിപ്പൊടി, ഗോതമ്പ് മാവ്, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഗോതമ്പ് പൊടി അല്ലേ? ഗോതമ്പ് പൊടി. പിന്നെ നമ്മൾ ഡ്രയറിൽ ഉണക്കിയിട്ട് മുളകൊക്കെ റെഡിയായിട്ട് ചെയ്തിട്ട് പൊടിച്ചതാണത് അല്ലേ? 1 kg ആണത്. 1 kg. മല്ലി അതുപോലെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അതെല്ലാം ഉണ്ട്. മല്ലി കഴുകി ഉണക്കി പൊടിക്കാറല്ലേ? അപ്പൊ സാർ ഇതിൽ എന്തൊക്കെ എണ്ണ എടുക്കുന്നുണ്ട്? ഇതൊരു മിനി കോൾഡ് പ്രസ്ഡ് മെഷീനാണ്. അതെ അതെ അതെ. അപ്പൊ ഇതില് ഞങ്ങള് കരിഞ്ജീരകം എണ്ണ, ബദാം എണ്ണ, മുരിങ്ങ എണ്ണ, അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലും എണ്ണ ചൂടാവില്ല. എണ്ണ വന്നതിന് ശേഷമാണ് പിന്നെ ഹീറ്റർ വരുന്നത്. ചെറിയ ചെറിയ ഐറ്റങ്ങളിൽ കുറെ എണ്ണകളുള്ള ആൾക്കാർക്കൊക്കെ ഡയറക്റ്റ് വരികയാണെങ്കിൽ ആട്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ കൊപ്രയും ആട്ടി കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല, നമ്മള് കസ്റ്റമർക്ക് ആട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് പച്ചത്തേങ്ങ കൊണ്ടുവരാണെങ്കിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആട്ടി കൊടുക്കണ സിസ്റ്റം ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? ഇത് ചെടയങ്കലായി എന്നാണ് സ്ഥലത്തിന്റെ പേര്. കഞ്ചിക്കോട് ITI ലിമിറ്റഡിന് നേരെ ഓപ്പോസിറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് 9 എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ടാണല്ലേ? പന്നിവേലിൽ ബിൽഡിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങള്. ഓക്കെ, കാണാം. താങ്ക് യു. ഞാനിപ്പോ എവിടെയാ നിക്കണേന്ന് അറിയോ? കഞ്ചിക്കോട്. ഇതാണ് ITI ഡിസ്ട്രിക്ട് 9 5 സ്റ്റാർ ഹോട്ടലിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഓയിൽ മിൽ. നമ്മുടെ ഓയിൽ മില്ലിലേക്ക് പോയാലോ? വരൂ, കം ടു മൈ